മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ് എന്ന് പറഞ്ഞ ദൈവസ്നേഹം ഈ പുതുവർഷത്തിൽ നമ്മെ നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സ്നേഹബഹുമാനപ്പെട്ട ജോഷി മെയ്യാട്ടിൽ അച്ഛനിലൂടെ പുതുവർഷത്തിൻ്റെ വചന സന്ദേശം നാം ശ്രവിക്കുമ്പോൾ അത് നമ്മിൽ 100 മേനി ഫലം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയിൽ പ്രിയ നഴ്സ് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈശോയുടെ നാമത്തിൽ നമസ്കാരം. നീ ഒരു മിഷനാണ്. വളരെ സവിശേഷമായി രോഗാതുര ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന നീ ഒരു മിഷനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ പരിചയപ്പെടുമ്പോൾ വളരെ ശ്രദ്ധേയമായൊരു കാര്യം, രോഗികളോട് സവിശേഷമായ അലിവുള്ളവനാണ് ദൈവം എന്നതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ എല്ലാം സുന്ദരമായി സൃഷ്ടിച്ചു ദൈവം. പക്ഷേ എല്ലാം സുന്ദരമായിടത്ത് ഇതാ വൈറസ് അറ്റാക്ക് ഉണ്ടായി. പിശാച് മനുഷ്യനെ, അവൻ്റെ ആത്മീയ തലത്തെ രോഗാതുരമാക്കി. പാപത്തിൽ നിബന്ധിച്ച മനുഷ്യൻ, അവിടെ ലജ്ജ, ഭയം, മരത്തിനു പിന്നിൽ ഒളിച്ചു നിൽക്കൽ, അങ്ങനെ രോഗാതുരമായ മനുഷ്യ ജീവിതത്തിൻ്റെ പക്കലേക്ക് ദൈവത്തിൻ്റെ രക്ഷയുടെ ആംബുലൻസ് ഓടിയെത്തുന്ന കാഴ്ച നമുക്ക് ഉൽപ്പത്തിയുടെ ഗ്രന്ഥത്തിൽ ആദ്യത്തെ അധ്യായങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അയ്യക്ക നീ എവിടെയാണ്? ഇതായിരുന്നു ദൈവം ബൈബിളിൽ ആദ്യമായി ഉന്നയിച്ച ചോദ്യം. നീ എവിടെയാണ്? ദൈവത്തോടൊത്ത്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യൻ പാപത്തോടെ ദൈവസന്നിധിയിലല്ലാതാകുന്നു. തികച്ചും അനാരോഗ്യകരമായ ഒരവസ്ഥയിൽ പെട്ടുപോയിരിക്കുകയാണ് മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് വ്യക്തികളെ രോഗം ഗ്രസിച്ചപ്പോൾ, കുടുംബത്തെ രോഗം ഗ്രസിച്ചപ്പോൾ, എന്തിന് പ്രപഞ്ചത്തിന് തന്നെ ഈ വൈറസ് അറ്റാക്ക് വല്ലാതെ ഉണ്ടായപ്പോൾ ദൈവം രക്ഷയുടെ മരുന്ന് പ്രഖ്യാപിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ദൈവം പ്രഖ്യാപിക്കുന്നു. ആരോടാ? പിശാചെന്ന വൈറസിനെ നോക്കിയാണ് ദൈവം പറയുന്നത്, നിനക്കും സ്ത്രീക്കും തമ്മിലും, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. സകല മനുഷ്യർക്കും, സൃഷ്ടവസ്തുക്കൾക്കെല്ലാം രക്ഷയുടെ വലിയ മെഡിസിനായ, വലിയ വൈദ്യനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ആദ്യമായി ബൈബിളിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിലെ ഈ സന്തതി പ്രയോഗത്തിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ തന്നെ വ്യക്തമാണ് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക്, മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന രോഗത്തിൻ്റെ സൗഖ്യത്തിന് കർത്താവായ യേശു ക്രിസ്തു സ്വന്തം കുതികാലിൽ പരുക്കേറ്റു വാങ്ങേണ്ടി വരും എന്ന്. ചുരുക്കി പറഞ്ഞാൽ ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളെല്ലാം ഉൽപ്പത്തി 3:15 ഉണ്ട്. സൗഖ്യ ശുശ്രൂഷയാണ് യേശുവിൻ്റേത്. പ്രിയപ്പെട്ടവരെ, ഈശോ
നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ നമുക്ക് കാണാൻ കഴിയുന്നത് രോഗികളോട് വലിയ കരുണയും ആർദ്രതയും ഉള്ളവനായിട്ടാണ്. ഈശോ വചനപ്രഘോഷണം നടത്തി, രോഗശാന്തി ശുശ്രൂഷയും നടത്തി. ഈശോയുടെ വചനപ്രഘോഷണം, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ, ഈശോ ദൈവരാജ്യം പ്രഘോഷിച്ചവനാണ്. ദൈവരാജ്യ പ്രഘോഷണം ഈശോ നടത്തി. അതോടൊപ്പം ഈശോ വ്യക്തികളെ സൗഖ്യപ്പെടുത്തി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ കൺവെൻഷനുകളൊക്കെ നമ്മൾ അതിന് ശീർഷകം കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നു. വചനപ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും കർത്താവായ യേശു ചെയ്തത് അതാണ്. ഈശോ പിതാവിനെക്കുറിച്ച് പഠിപ്പിച്ചു. ഈശോ ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നൽകി. ഈശോ സകല മനുഷ്യരും പിതാവിൻ്റെ മക്കളാണെന്ന് ബോധ്യം നൽകി. ഈശോ എല്ലാ മനുഷ്യരെയും സ്വാഭാവികമായുള്ള അവരുടെ വൈകാരികമായ ക്ഷോഭങ്ങളിൽ നിന്നും പ്രക്ഷോഭങ്ങളിൽ നിന്നും ശത്രുതകളിൽ നിന്നും എല്ലാം തിരികെ വിളിച്ചിട്ട് ദൈവം മക്കളുടെ സ്നേഹത്തിലും കൂട്ടായ്മയിലും പരസ്പര ഐക്യത്തിലും ജീവിക്കാൻ ഈശോ പഠിപ്പിച്ചു. ശത്രുക്കളോട് ക്ഷമിക്കാൻ ഈശോ പഠിപ്പിച്ചു. ശപിക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹം ചൊരിയാൻ ഈശോ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈശോ, മാനവരിൽ മഹോന്നതൻ. യേശുവിനെപ്പോലെ ഒരാളെയും ലോകത്തിൽ കാണാനാവില്ല, ഒരാളെയും ലോകത്തിൽ കാണാനാവില്ല. പ്രിയപ്പെട്ടവരെ, രോഗം ബാധിക്കാത്ത ഏകൻ യേശു ക്രിസ്തുവാണ്. പാപമില്ലാത്തവൻ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോ വ്യക്തമായി പറഞ്ഞത്, ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? മാനുഷികമായ ബലഹീനതകൾ കാണാത്തവൻ യേശു ക്രിസ്തുവാണ്, മാനവരിൽ മഹോന്നതൻ കർത്താവായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോ നടത്തിയ ഒരു രോഗശാന്തിയെക്കുറിച്ച് ഒന്ന് നമുക്ക് ചിന്തിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ജന്മന അന്ധനായ ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ജന്മന അന്ധനായ വ്യക്തി. യേശു എന്തു ചെയ്തു? തുപ്പൽ കൊണ്ട് നിലത്ത് ചെളിയുണ്ടാക്കിയിട്ട് ആ ചെളി ഈ വ്യക്തിയുടെ, ഈ അന്ധനായ വ്യക്തിയുടെ കണ്ണിൽ പുരട്ടിയിട്ട് അവനോട് പറഞ്ഞു, സിലോഹായിൽ പോയി കഴുകുക. ഒരു കുളത്തിൻ്റെ പേരാണ് സിലോഹ. പദപ്രയോഗത്തിൽ കഴുകക്കണ്ണുള്ള യോഹന്നാൻ ഈ സിലോഹായ്ക്ക് വ്യക്തമായൊരു വിശദീകരണവും കൊടുത്തിരിക്കുന്നു. സിലോഹ എന്നാൽ അയക്കപ്പെട്ടവൻ എന്നർത്ഥം. സിലോഹായിൽ പോയി ഈ ജന്മനാന്ധനായ വ്യക്തി കഴുകി, കണ്ണുകൾ കഴുകി. എന്തു സംഭവിച്ചു? കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. പ്രിയപ്പെട്ടവരെ, അയക്കപ്പെട്ടവൻ എന്നു പേരുള്ള കുളത്തിൽ പോയി അന്ധൻ കഴുകിയപ്പോൾ അവന് കാഴ്ച ലഭിച്ചു. എങ്കിൽ ഞാൻ പറയട്ടെ, മാമോദീസായുടെ അതിസുന്ദരമായ യോഹന്നാൻ ഭാഷ്യമാണ് ഇത്. മാമോദീസായുടെ ജ്ഞാനസ്നാനത്തിൻ്റെ അതിസുന്ദരമായ യോഹന്നാൻ ഭാഷ്യം എന്താണത്? അയക്കപ്പെട്ടവൻ ആരാണ്? യേശു ക്രിസ്തുവാണ്. പിതാവിൽ നിന്ന് അയക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. കണ്ടോ, പിതാവ് അയച്ചവനാണ് പുത്രൻ തമ്പുരാൻ. വചനം മാംസം ധരിച്ച് മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ച യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, പിതാവിനാൽ അയക്കപ്പെട്ടവനായ കർത്താവിലാണ് നമ്മൾ സ്നാനപ്പെടുന്നത്, നമ്മൾ സ്വയം കഴുകുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൽ ജ്ഞാനസ്നാനം എന്നാണ് മാമോദീസയ്ക്ക് നമ്മുടെ പിതാക്കന്മാർ അത് പരിഭാഷ ചെയ്തത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു പരിഭാഷ മറ്റേതെങ്കിലും ഭാഷകളിലുണ്ടോ എന്നത് സംശയമാണ്. ജ്ഞാനസ്നാനം എന്താ അതിൻ്റെ അർത്ഥം? ചിലർ വിചാരിക്കുന്നുണ്ട് ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് ജ്ഞാനമുണ്ടായിട്ട് സ്നാനം സ്വീകരിക്കുന്നതാണെന്ന്. അങ്ങനെ പറഞ്ഞാൽ അറിവുണ്ടായിട്ട് സ്നാനം സ്വീകരിക്കണമെന്ന്. അങ്ങനെ പറയുമ്പോൾ മുതിർന്നവർക്ക് മാത്രമേ ജ്ഞാനസ്നാനം സ്വീകരിക്കാനാകൂ എന്ന് തെറ്റായ ധാരണയാണ്. ജ്ഞാനസ്നാനം എന്നാൽ ജ്ഞാനമുണ്ടായിട്ട് സ്വീകരിക്കുന്ന ഒരു സ്നാനമല്ല, മറിച്ച് ജ്ഞാനത്തിൽ സ്നാനപ്പെടലാണ്. ജ്ഞാനത്തിൽ സ്നാനപ്പെടലാണ്. എന്താണ് ജ്ഞാനം?
കർത്താവായ യേശു ക്രിസ്തുവാണ് ജ്ഞാനം. കൊറിന്തോസുകാർക്കുള്ള 1-ാം ലേഖനം 1-ാം അധ്യായം 30-ാം വാക്യത്തിൽ കൃത്യമായി നമ്മൾ വായിക്കുകയാണ്, ദൈവം നമുക്കായി യേശു ക്രിസ്തുവിനെ നമ്മുടെ ജ്ഞാനം ആക്കിയിരിക്കുന്നു. യേശു ക്രിസ്തുവാണ് ജ്ഞാനം. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ സോഫിയ എന്ന ഗ്രീക്ക് വാക്ക് ജ്ഞാനം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ലോഗോസ്, വചനം, അതാണ് ആ ജ്ഞാനം എന്നുള്ളത്. പഴയ നിയമത്തിലുള്ള ജ്ഞാനത്തിൻ്റെ പുതിയ നിയമത്തിലെ വാക്ക് ലോഗോസാണ്. യേശു ക്രിസ്തുവാണ് ജ്ഞാനം. യേശു ക്രിസ്തുവിൽ സ്നാനപ്പെടുന്നവന് എന്താണ് സിദ്ധിക്കുന്നത്? കാഴ്ചയുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഫൊത്തിസ്മോസ് എന്നാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചവരെ ആദിമസഭ വിളിച്ചിരുന്നത്. ഫൊത്തിസ്മോസ്, പ്രകാശിതൻ, പ്രകാശിതൻ, വെളിച്ചം കിട്ടിയവൻ, തെളിച്ചം കിട്ടിയവൻ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ സ്നാനപ്പെടുന്നതോടുകൂടി പിതാവിനെക്കുറിച്ചുള്ള കാഴ്ച നമുക്ക് ലഭിക്കുകയാണ്. ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ച നമുക്ക് ലഭിക്കുകയാണ്. സഹോദരങ്ങളെ സഹോദരങ്ങളായി കാണാൻ, മനുഷ്യരെ സ്വന്തമായി കാണാൻ, പിതാവിൻ്റെ ഒരേ മക്കളായി കാണാൻ നമുക്ക് കാഴ്ച ലഭിക്കുകയാണ്. അതുപോലെ തന്നെ ലോകത്തെ നമ്മുടെ വീടായി കാണാൻ നമുക്ക് കാഴ്ച ലഭിക്കുകയാണ്. എന്നാൽ ഈ ലോകം നിത്യമല്ലെന്നും നിത്യമായത് ഇനി വരാനിരിക്കുന്നുവെന്നുമുള്ള കാഴ്ച നമുക്ക് ലഭിക്കുകയാണ്. അതോടൊപ്പം അപ്പമെടുത്ത് പുരോഹിതൻ ഉയർത്തുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ട്. ഈശോയെ ആ അപ്പത്തിൽ കാണാൻ, ഈശോയുടെ ശരീരമാണത് എന്ന് നമുക്ക് കാഴ്ചയുണ്ട്. ഒരു രോഗിയെ കാണുമ്പോൾ, നിങ്ങൾ നഴ്സ് സുഹൃത്തുക്കളെ, നിങ്ങളുടെ മുന്നിൽ ഒരു രോഗി വരുമ്പോൾ നിങ്ങളുടെ കാതിൽ ഈശോയുടെ സ്വരമാണ് മുഴങ്ങുന്നത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. അപ്പോൾ ഒരു രോഗിയെ കാണുമ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഈശോയെയാണ് അവൻ കാണുന്നത്. പ്രിയ നഴ്സിംഗ് സുഹൃത്തുക്കളെ, ക്രിസ്തുവിൽ സ്നാനപ്പെട്ട് കണ്ണിനു തെളിച്ചം ലഭിച്ചവരാണ് നമ്മൾ. അയക്കപ്പെട്ടവനിൽ, സീലോഹായിൽ മുങ്ങി പൊങ്ങി കണ്ണിനു തെളിച്ചം കിട്ടിയവരാണ് ക്രൈസ്തവർ. ആ തെളിച്ചം സ്നേഹത്തിൻ്റെ തെളിച്ചമാണ്. ആ തെളിച്ചം ശുശ്രൂഷയുടെ തെളിച്ചമാണ്. ആ തെളിച്ചം ക്ഷമയുടെ തെളിച്ചമാണ്. ആ തെളിച്ചം സാഹോദര്യത്തിൻ്റെ തെളിച്ചമാണ്. സമത്വത്തിൻ്റെ തെളിച്ചമാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, അയക്കപ്പെട്ടവനിൽ നാം മുങ്ങിപ്പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളാരാ? നമ്മൾ അയക്കപ്പെട്ടവരാണ്. അതാണ് ബാപ്റ്റൈസ്ഡ് ആൻഡ് സെൻറ്റ്. ഒക്ടോബർ മാസത്തിൽ അസാധാരണ മിഷൻ മാസമായി നമ്മൾ ആചരിച്ചപ്പോൾ ഫ്രാൻസിസ് പാപ്പ നമുക്ക് തന്ന ആ ആപ്തവാക്യം ഇതാണല്ലോ, ബാപ്റ്റൈസ്ഡ് ആൻഡ് സെൻറ്റ്. ജ്ഞാനസ്നാനപ്പെട്ട് അയക്കപ്പെട്ടവരാണ് നമ്മൾ. അതിൻ്റെ അർത്ഥം പ്രേഷിതരെന്നാൽ അച്ഛനോ കന്യാസ്ത്രീയോ അല്ല എന്നാണ്. പ്രേഷിതരെന്നാൽ ജ്ഞാനസ്നാനപ്പെട്ട് അയക്കപ്പെട്ടവരാണ് പ്രേഷിതർ. ഇവിടെ ഈശോ തന്നെ അപ്പസ്തോലന്മാരോട് പറഞ്ഞല്ലോ, സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. കണ്ടോ, ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിൽ സകല ജനതകളോട് സുവിശേഷം പ്രഘോഷിക്കാൻ അപ്പസ്തോലന്മാരെ അയക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലോ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, അതാണ് ഈശോയുടെ കൽപ്പന. അങ്ങനെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ക്രൈസ്തവരേവരും, വളരെ പ്രത്യേകിച്ച് നഴ്സിംഗ് മിനിസ്ട്രിയിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈശോയുടെ പ്രേഷിതരാണ്. ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രപഞ്ചം പോലും ദൈവത്തിൻ്റെ പ്രേഷിതയാണ് എന്ന സത്യം. 19-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുകയാണ്, അതിസുന്ദരമാണ്. ആകാശം ദൈവമഹത്വം പ്രഘോഷിക്കുന്നു. ആകാശം ദൈവമഹത്വം പ്രഘോഷിക്കുന്നു. വാനവിതാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. കണ്ടോ, ആകാശവും വാനവിധാനവും ദൈവത്തിൻ്റെ കരവേലയെ വിളംബരം ചെയ്യുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ മിഷനറിമാരാണ് പ്രപഞ്ചത്തിലെ സൃഷ്ടവസ്തുക്കൾ. പകലിനോടവിരാമം സംസാരിക്കുന്നു, രാത്രിക്കു വിജ്ഞാനം പകരുന്നു.
ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. പ്രപഞ്ചത്തിലെ സൃഷ്ടവസ്തുക്കൾക്ക് ശബ്ദമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. പക്ഷേ അടുത്ത വാക്യം എന്താ പറയുന്നത്? എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചം നിരന്തരം ദൈവത്തെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മിഷനറിയാണ് പ്രപഞ്ചം. കണ്ടോ? അപ്പോൾ വാക്കുകളില്ലാത്ത, ശബ്ദമില്ലാത്ത ഈ പ്രപഞ്ചം ദൈവത്തെ പ്രഘോഷിക്കുന്നുവെങ്കിൽ നോക്കൂ, വാക്കുകളുള്ള, ശബ്ദമുള്ള നമ്മൾ എത്രമാത്രം യേശു ക്രിസ്തുവിൻ്റെ മിഷനറിമാരായി പ്രവർത്തിക്കേണ്ടവരാണ്. ഇനി നമ്മൾ യേശു ക്രിസ്തുവിന് രോഗികളോട് വലിയ ആർദ്രതയാണ് എന്ന് നമ്മൾ പറഞ്ഞു കുറച്ച് മുൻപേ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിലെ നഴ്സിംഗ് മേഖലയിൽ ഉള്ള 80% പേരും ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ളവരാണ് എന്ന യാഥാർത്ഥ്യം. കേരളത്തിലുള്ള ആതുര ശുശ്രൂഷ മേഖലയിലെ വലിയ സാന്നിധ്യം ക്രൈസ്തവ സാന്നിധ്യമാണ്. എന്താണ് കാരണം? വളരെ വ്യക്തം. ഈശോയുടെ നിലപാട്. ആ നല്ല സമരിയാക്കാരൻ്റെ കഥ ഓർക്കുന്നുണ്ടല്ലോ. മുറിവേറ്റ് തെരുവിൽ കിടന്നിരുന്ന ആ മനുഷ്യൻ്റെ പക്കലേക്ക് അതിലെ കടന്നുപോയ യഹൂദ പുരോഹിതൻ തിരിഞ്ഞു നോക്കിയില്ല, കടന്നുപോയ ലേവായൻ തിരിഞ്ഞു നോക്കിയില്ല. മറിച്ച് അതിലൂടെ കടന്നുപോയ സമരിയാക്കാരൻ, യഹൂദനല്ല അദ്ദേഹം, സമരിയാക്കാരൻ, ഈ മനുഷ്യന് മുറിവേറ്റവനെ കണ്ട് മനസ്സലിഞ്ഞ് അവനു വേണ്ടി പിന്നീട് ചെയ്യുന്ന ശുശ്രൂഷയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, ആ മനുഷ്യൻ ഇദ്ദേഹത്തെ തൻ്റെ കഴുതപ്പുറത്ത് കയറ്റിയിട്ട് സത്രത്തിലെത്തിച്ചു എന്നാണ്. ഈ വിജനമായ സ്ഥലത്ത് സത്രവും തുറന്നുകൊണ്ടിരിക്കുന്നത് ആരാണാവോ? രസകരമാണത്. ഏവരെയും ശുശ്രൂഷിക്കാനും സ്വീകരിക്കാനും വേണ്ടി തുറന്നിട്ട് കിടക്കുന്ന ആ സത്രം, ആരെയും കയറ്റാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ആ കഴുത. നോക്കൂ, സമരിയാക്കാരൻ ഈ സത്രത്തിൽ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് അവിടെ ശുശ്രൂഷിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിന് വളരെ തിടുക്കമുള്ള മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പോകണം. കയ്യിലുള്ളത് മുഴുവൻ സത്രം ഉടമസ്ഥയെ ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, വേണ്ടതെല്ലാം ചെയ്തു കൊള്ളണം, ഞാൻ തിരികെ വരും, ശുശ്രൂഷ തുടരാനായി തിരികെ വരും, വേണ്ടതെല്ലാം ചെയ്തു കൊള്ളണം, ബാക്കി വരുന്നതെല്ലാം ഞാൻ തന്നുകൊള്ളാം. പ്രിയ സുഹൃത്തുക്കളെ, നഴ്സിംഗ് സുഹൃത്തുക്കളെ, ഈശോ പറഞ്ഞ ഈ ഉപമയ്ക്ക് നമ്മെ ഏവരെയും ആതുര ശുശ്രൂഷയുടെ അതിസുന്ദരമായ മേഖലകളിലേക്ക് കൈപിടിച്ചു നടത്താൻ ഒരുപക്ഷെ അബോധ തലത്തിലെങ്കിലും നമ്മിൽ ഈ തിരുവചനം അത് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്, അതിടയാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നഴ്സിംഗ് എന്നുള്ളത് ഒരു ക്രൈസ്തവ ശുശ്രൂഷയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ ഇന്ത്യയിലെ നഴ്സിംഗ് ചരിത്രം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതിയാകും. 1664 മദ്രാസിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു മിലിറ്ററി ആശുപത്രി സ്ഥാപിക്കുകയുണ്ടായി. അവിടേക്ക് ശുശ്രൂഷ ചെയ്യാൻ ആരുമില്ല. നഴ്സിംഗ് എന്നുള്ളത് ഇവിടെ ഭാരതത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യം. വളരെ പ്രത്യേകിച്ച് ഇവിടെയുള്ള ഈ ഒരു വർണ്ണ വ്യത്യാസങ്ങളുടെ പേരിലും മനുഷ്യനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലുള്ള ആ ഇടുങ്ങിയ ചിന്താഗതികളുടെ പേരിലുമൊക്കെ ഇത്തരമുള്ള കാര്യങ്ങൾക്ക് ഇവിടെ ആളില്ലാത്ത അവസ്ഥയിൽ അന്ന് 1664 ലണ്ടനിൽ നിന്ന് നഴ്സുമാർ വന്ന് ശുശ്രൂഷ ചെയ്ത ഒരു ചരിത്രം ഭാരതത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി 1867 ഡൽഹി സെയിൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലിൽ ഇന്ത്യൻ നേഴ്സുമാരെ പരിശീലിപ്പിച്ചെടുക്കാൻ, കാരണം ഇവിടെ അങ്ങനെ ഇല്ല, ഇന്ത്യൻ നേഴ്സുമാരെ പരിശീലിപ്പിച്ചെടുക്കാൻ പ്രിയപ്പെട്ടവരെ ഇവിടെ സഹായം നൽകിയത് ആരാണെന്നോ? നമ്മൾ ആധുനിക നഴ്സിംഗിൻ്റെ മാതാവെന്നു കരുതുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൽ.
ഫ്ലോറൻസ് നൈറ്റിംഗേലിന് ഭാരതത്തിലെ നഴ്സിംഗ് മേഖലയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഭാരതത്തിലെ സ്ത്രീകളുടെ വല്ലാത്ത അവസ്ഥ മാറിക്കിട്ടാൻ നഴ്സിംഗ് ശുശ്രൂഷയിലേക്ക് സ്ത്രീകൾ വരണമെന്ന് ഫ്ലോറൻസ് നൈറ്റിംഗേലിന് ദർശനമുണ്ടായിരുന്നു. രണ്ടുപേരെ, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ അന്ന് ഡൽഹി സെയിൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലിലേക്ക് ഫ്ലോറൻസ് നൈറ്റിംഗേൽ അയച്ചു, ഇവിടെ ഭാരതത്തിൽ ഒരു നഴ്സിംഗ് പരിശീലന പരിപാടി ആരംഭിക്കാനായിട്ട്. ഇനി കേരളത്തിലെ കാര്യമോ? നിങ്ങൾക്കറിയാമോ, തിരുവനന്തപുരത്തും കൊല്ലത്തുമുള്ള ഗവൺമെൻറ് ആശുപത്രികളിൽ ഹോളി ക്രോസ് സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻ്റ് ഉണ്ട്. എങ്ങനെയാ സർക്കാർ ആശുപത്രികളിൽ, കൊല്ലത്തും തിരുവനന്തപുരത്തുള്ള സർക്കാർ ആശുപത്രികളിൽ എങ്ങനെയാ മഠമുള്ളത്? ക്രൈസ്തവ സന്യാസിമാരുടെ മഠം അവിടെ എങ്ങനെ വന്നു? അത് നമ്മൾ അന്വേഷിക്കണം. 1906 സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നവരാണ് ഹോളി ക്രോസ് സിസ്റ്റേഴ്സ്. എന്തിനു വേണ്ടി? ആ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് കൊട്ടാരം വൈദ്യനായിരുന്ന ഡോക്ടർ പുന്നൻ ലൂക്കോസ് ഈ രാജാവിനോട് നിർദ്ദേശിച്ചതനുസരിച്ച് ഇവിടെ കേരളത്തിൽ നഴ്സിംഗ് മേഖല വല്ലാതെ ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലാണ്. ഡോക്ടർക്ക് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. നഴ്സുമാർക്ക് പരിശീലനം കിട്ടേണ്ടതുണ്ട്. നഴ്സുമാരുടെ വലിയൊരു വിഭാഗത്തെ ഇവിടെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിന് കൊല്ലം മെത്രാനായിരുന്ന ബെൻസിഗർ പിതാവിനെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് ബന്ധപ്പെടുകയും അതിനുവേണ്ടിയുള്ള സഹായം ബെൻസിഗർ പിതാവിനോടന്ന് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ബെൻസിഗർ പിതാവ് അന്ന് സ്വിറ്റ്സർലൻഡിൽ നിന്ന് 1906 ഹോളി ക്രോസ് സിസ്റ്റേഴ്സിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ തിരുവനന്തപുരത്തും കൊല്ലത്തുമുള്ള ഗവൺമെൻറ് ആശുപത്രികളിൽ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻ്റ് ആരംഭിച്ചു. അവരന്ന് ആരംഭിച്ചത് വളരെ പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് 3 സിസ്റ്റേഴ്സ് തുടങ്ങിവെച്ച നഴ്സിംഗ് പരിശീലന കേന്ദ്രം മഹാവിജയമായിട്ട് മാറി. അങ്ങനെയാണ് കേരളത്തിലെ നഴ്സിംഗ് മേഖല ശക്തിപ്പെടുന്നത്. ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ ആധുനിക ചരിത്രങ്ങളാണെങ്കിലും ഇതിൻ്റെ എല്ലാം പിന്നിൽ നിൽക്കുന്നത് ഈശോയുടെ രോഗികളോടുള്ള മനോഭാവമാണ്, രോഗികളോടുള്ള ആർദ്രതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട നഴ്സിംഗ് സുഹൃത്തുക്കളെ, ഈശോ നിങ്ങളുടെ പക്കലേക്ക് രോഗികളെ അയക്കുമ്പോൾ ഓർക്കുക, ഈശോയുടെ സ്നേഹം അവരിലേക്ക് പകരാനാണ് രോഗികളെ നിങ്ങളുടെ പക്കലേക്ക് അയക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ശരീരത്തിൽ രോഗവുമായി വരുന്നവർ നിങ്ങളുടെ പക്കൽ വന്ന് സമഗ്ര സൗഖ്യവുമായി തിരിച്ചു പോകണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത് വ്യക്തമായും. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നോക്കൂ, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ആ തളർവാദ രോഗിയുടെ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. 38 വർഷമായി ബെത്സൈദ കുളക്കരയിൽ കിടന്നിരുന്ന രോഗി ഈശോ അടുത്തു വന്ന് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നമ്മളാണെങ്കിൽ ഉടനെ പറഞ്ഞേനെ, എനിക്ക് സൗഖ്യം പ്രാപിക്കണം കർത്താവേ. പക്ഷേ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, എന്നെ കുളത്തിലേക്ക് ഇറങ്ങാൻ, കുളത്തിൽ വെള്ളം ഇളകുമ്പോൾ കുളത്തിലേക്ക് ഇറക്കാൻ ആളില്ല. മാലാഖ കുളത്തിൽ വെള്ളം ഇളക്കുമ്പോൾ അതിൽ ആദ്യം ചാടുന്നയാൾക്ക് രോഗശാന്തി കിട്ടും. ഇതാണ് അന്നത്തെ വിശ്വാസം. പക്ഷേ എന്നെ ആർക്കും വേണ്ട, എന്നെ സഹായിക്കാൻ ആളില്ല. അതാണ് ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആ അവസ്ഥയാണത്, മനസ്സു തളർന്ന അവസ്ഥയാണ്. അതാണ് ആദ്യം പറയുന്നത്. രണ്ടാമത്തത്, ഞാൻ ഇറങ്ങി വലിഞ്ഞ് അങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും എന്നെക്കാൾ ശക്തിയുള്ള കരുത്തുള്ള ആരെങ്കിലും വന്ന് രോഗശാന്തി വാങ്ങിക്കൊണ്ടു പോകും. അതിൻ്റെ അർത്ഥം എന്താ? എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല. പ്രിയപ്പെട്ടവരെ, ശാരീരികമായ തളർച്ചയേക്കാൾ ആ വ്യക്തിയെ കൂടുതൽ ബാധിച്ചിരുന്നത് മാനസികമായ തളർച്ചയാണ്. പക്ഷേ ഈശോ അവനോട് പറയുകയാണ്, എഴുന്നേറ്റ് കിടക്കയുമെടുത്തു നടക്കുക. അർത്ഥമെന്താ? എഴുന്നേറ്റ് കിടക്കയുമെടുത്തു നടക്കുക, നിനക്ക് ഞാനുണ്ട്, നിന്നെ ഞാൻ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തേത്, കിടക്കയെടുത്തു നടക്കുക. പ്രിയപ്പെട്ടവരെ, കിടക്കയുമെടുത്ത് നടക്കുമ്പോൾ സാബത്ത് ദിനമാണ്. സാബത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാ കണ്ണുകളും അവനിലേക്ക്. നോക്കൂ, കിടക്കയുമെടുത്തു നടക്കാൻ ഈശോ കൽപ്പിച്ചപ്പോൾ അവൻ്റെ മാനസിക പ്രശ്നത്തിനും ഈശോ സൊല്യൂഷൻ കാണുകയാണ്. അതിനുശേഷം പിന്നീട് ദേവാലയത്തിൽ വെച്ച് ഈശോ ഇയാളെ കാണുന്നുണ്ട്. ഈശോ അവിടെ പറഞ്ഞത് എന്താ? മേലിൽ പാപം ചെയ്യരുത് എന്നാണ്. ആത്മീയമായ സൗഖ്യമാണ്. പ്രിയപ്പെട്ട നഴ്സുമാരെ, നിങ്ങളുടെ പക്കലേക്ക് ശാരീരിക രോഗവുമായി ഒരു രോഗി വരുമ്പോൾ അവൻ്റെ മാനസികവും
ആത്മീയവുമായ സമഗ്രമായ സൗഖ്യം നിങ്ങളിലൂടെ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നഴ്സുമാരാണ് ഏറ്റവും കൂടുതൽ രോഗികളോട് അടുത്തിടപഴകുന്നത്. അവർക്ക് യേശു ക്രിസ്തുവിനെ നൽകുക. ഏതു സാഹചര്യത്തിലും ഈശോയെ നൽകാൻ നിങ്ങൾ തയ്യാറായിരിക്കുക. റോമാക്കാർക്കുള്ള ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യവും 10-ാം വാക്യവും, യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, അവിടുത്തെ ദൈവം ഉയിർപ്പിച്ചെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്നു, അങ്ങനെയുള്ള രക്ഷ പ്രാപിക്കും. അപ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീതീകരിക്കപ്പെടും, എന്നാൽ അധരം കൊണ്ട് ഏറ്റുപറയണം രക്ഷ പ്രാപിക്കാൻ. അതുകൊണ്ട് പ്രിയ നഴ്സ് സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഓരോ നഴ്സിങ്ങും നിങ്ങളെ സംബന്ധിച്ച് രക്ഷ പ്രാപിക്കാനുള്ള അവസരമാണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ രക്ഷ പ്രാപിക്കൽ നിങ്ങളുടെ ശുശ്രൂഷ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതിന് ഏറ്റവും അനുയോജ്യമായൊരു സാഹചര്യമാണ് നമുക്കുള്ളത്. മിസിയോ ദേയി 2020 കേരള കത്തോലിക്ക സഭ 2020 പ്രഖ്യാപിച്ചിരിക്കുന്നത് മിഷൻ വർഷമായിട്ടാണ്. ഈ മിഷൻ വർഷത്തിൽ നിങ്ങളുടെ രോഗി ശുശ്രൂഷ ഏതു രീതിയിലാണ് പ്രേഷിത ശുശ്രൂഷയായി ഉപയോഗിക്കാൻ കഴിയുന്നതെന്ന് ഗൗരവമായി ചിന്തിക്കുക. തീർച്ചയായും നിങ്ങൾ ഓൾറെഡി ഇത് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പക്കൽ വരുന്നവർ ഒത്തിരിയേറെ പേര് ശാരീരിക സൗഖ്യം മാത്രമല്ല, മാനസികവും ആത്മീയവുമായ സൗഖ്യം നേടിക്കൊണ്ടു പോകുന്നു, യേശു ക്രിസ്തുവിനെ നേടിക്കൊണ്ടു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഏതു സാഹചര്യത്തിലും, അതനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഈശോയെ പ്രഘോഷിക്കുക. ഈശോ മാത്രമാണ് ഏക രക്ഷകൻ. ഈശോ വന്നിരിക്കുന്നത് ഏവർക്കും വേണ്ടിയാണ്. ഈശോയെ കൂടാതെ മനുഷ്യന് രക്ഷയില്ലാത്തതിനാൽ ഈശോ നിങ്ങളെ രോഗി മേഖലയിൽ വച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഈശോയാണ് ഏകരക്ഷകനെന്ന് ഓരോ രോഗിക്കും തിരിച്ചറിവ് ഉണ്ടാകാൻ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ മിഷൻ വർഷത്തിൽ 100% പ്രേഷിത നഴ്സുമാരാകാൻ നിങ്ങൾക്ക് കർത്താവ് അനുഗ്രഹം തരട്ടെ. അതിനുള്ള ആത്മനിറവ് നിങ്ങൾക്കുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയാണ് മിഷണറിമാരുടെ എല്ലാം നേതാവെന്ന് ഓർക്കണം. അമ്മയാണ് ലോകത്തിന് ഈശോയെ നൽകിയത്. അമ്മയാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അവൻ പറയുന്നത് പോലെ ചെയ്യുക. അമ്മയാണ് അപ്പസ്തോലന്മാരെ കൂട്ടിയിരുത്തിയത്. എന്തിന്? പ്രേഷിതരാകുന്നതിന് മുൻപുള്ള ആത്മനിറവ് സ്വന്തമാക്കാൻ. അമ്മയാണ് സഭയെ കഴിഞ്ഞ 2000 വർഷങ്ങളായി മാതൃസ്നേഹത്തോടെ പ്രേഷിത ധർമ്മം നിറവേറ്റാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധമ്മ എന്ന മഹാപ്രേഷിത, ആ മഹാശുശ്രൂഷക, മഹാ നഴ്സ്, ആ അമ്മയോട് കൂടെ നിങ്ങൾ ഈ പ്രേഷിത വർഷം സുന്ദരമായി ആചരിക്കുക. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ജോഷി അച്ഛനിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചതിനെ ഓർത്ത് നമുക്ക് അവിടുത്തോട് നന്ദി പറയാം. ഇന്ന് നാം കേട്ട തിരുവചനങ്ങൾ ധ്യാനിക്കുവാനും തകർന്നിരിക്കുന്നവർക്ക് ഈ തിരുവചനങ്ങളുടെ ശക്തി പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ സങ്കീർത്തകൻ 83-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, കർത്താവ് എന്ന നാമം വഹിക്കുന്ന അങ്ങ് മാത്രമാണ് ഭൂമി മുഴുവനെയും ഭരിക്കുന്ന അത്യുന്നതൻ എന്ന് അവർ അറിയട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.